ഇന്ന് നമ്മൾ വാസ് വെയർ എന്നീ രണ്ട് വാക്കുകളുടെ ഉപയോഗ രീതികളെപ്പറ്റി പഠിക്കുകയാണ്. ഈ രണ്ട് വാക്കുകൾക്കും ആയിരുന്നു എന്നാണ് അർത്ഥം. ഇവ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പഠിച്ച ഈസ്, ആം, ആർ എന്നീ വാക്കുകളുടെ കഴിഞ്ഞകാല രൂപമാണ്. അതായത് പാസ്റ്റ് ടെൻസ് രൂപമാണ്. കഴിഞ്ഞ വീഡിയോകളിൽ പഠിച്ച ഈസ്, ആം, ആർ എന്നീ വാക്കുകൾക്ക് ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ് അർത്ഥം. ഈ വാക്കുകൾക്ക് ആയിരുന്നു എന്നാണ് അർത്ഥം. ഇവയെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് കൂടുതലായി പഠിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് പ്രോനൗൺസ് അഥവാ സർവനാമങ്ങളാണ്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചിരുന്നു. അതേ മാതൃകയിലാണ് ഇവിടെയും നമ്മൾ വാസ് വെയർ എന്നീ വാക്കുകൾ ഇതിനോട് ചേർത്ത് പഠിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും അവയെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രോനൗൺസ് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ച് സിംഗുലർ, പ്ലൂറൽ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതായത് ഏകവചനം, ബഹുവചനം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഏകവചനം ഐ, അതിൻ്റെ നേരെ അതിൻ്റെ ബഹുവചനം വി. ഐ ഞാൻ, വി ഞങ്ങൾ, യു നീ, യു നിങ്ങൾ, ഹി അവൻ, അയാൾ അല്ലെങ്കിൽ അദ്ദേഹം, ഷീ അവൾ, ഇറ്റ് അത്. ഹി, ഷീ, ഇറ്റ് ഇത് മൂന്നിനും കൂടി ഒരൊറ്റ ബഹുവചന രൂപം. ദൈയുടെ അർത്ഥം അവർ അല്ലെങ്കിൽ അവ. അടുത്തത് ഒരു ഏകവചന നാമമാണ് അനി. അനി ആൻഡ് മിനി എന്നത് ബഹുവചന നാമരൂപങ്ങളുമാണ്. ഇവയുടെ കൂടെയാണ് നമ്മൾ വാസ്, വെയർ എന്നീ വാക്കുകൾ ചേർത്ത് പഠിക്കുന്നത്. ഏതേത് സർവനാമങ്ങളുടെ കൂടെയാണ് വാസ് അല്ലെങ്കിൽ വെയർ കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ സിംഗുലർ, പ്ലൂറൽ എന്നിങ്ങനെ രണ്ടായിട്ട് പ്രോനൗൺസ് തിരിച്ചിട്ടുണ്ട്. ആദ്യം ഐ എന്ന ഏകവചനമായ സർവനാമമാണ്. ഐയുടെ കൂടെ വാസാണ് ഉപയോഗിക്കുന്നത്. ഐ വാസ് ഞാൻ ആയിരുന്നു. അതിൻ്റെ ബഹുവചന രൂപം ഞങ്ങൾ, ഞങ്ങൾ ആയിരുന്നു. വി വെയർ ഞങ്ങളായിരുന്നു. ബഹുവചന രൂപങ്ങളുടെ കൂടെ ആയിരുന്നു എന്നതിന് വെയർ എന്ന വാക്കാണ് ഉപയോഗിക്കുക. അതേസമയം ഏകവചന സർവനാമങ്ങളുടെയും ഏകവചന നാമങ്ങളുടെയും കൂടെ വാസാണ് ഉപയോഗിക്കുന്നത്, ആയിരുന്നു എന്ന അർത്ഥത്തിൽ. എന്നാൽ ഇവിടെ സിംഗുലറിൻ്റെ നേരെ താഴെ തന്നിട്ടുള്ള യു എന്നതിൻ്റെ നേരെ ബഹുവചന രൂപമായ വെയർ എന്ന വാക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യു എന്നത് ഇംഗ്ലീഷിൽ ബഹുവചന രൂപമായിട്ടാണ് എപ്പോഴും പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് യുവിൻ്റെ കൂടെ വെയർ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ശ്രദ്ധിക്കൂ. ഐ വാസ് ഞാൻ ആയിരുന്നു. വി വെയർ ഞങ്ങളായിരുന്നു. യു വെയർ നീ ആയിരുന്നു. അതിൻ്റെ പ്ലൂറൽ യു വെയർ നിങ്ങളായിരുന്നു. ഹി വാസ് അവൻ ആയിരുന്നു. ഷീ വാസ് അവൾ ആയിരുന്നു. ഇറ്റ് വാസ് അത് ആയിരുന്നു. ഹി, ഷീ, ഇറ്റ് ഇത് മൂന്നിനും കൂടി ഒരൊറ്റ ബഹുവചനം. ദൈ വെയർ അവർ ആയിരുന്നു അല്ലെങ്കിൽ അവ ആയിരുന്നു. അടുത്തൊരു ഏകവചന നാമമാണ് അനി. അനി വാസ് അനി ആയിരുന്നു. അടുത്ത ബഹുവചന നാമരൂപങ്ങളാണ് അനി ആൻഡ് മിനി. അനി ആൻഡ് മിനി വെയർ അനിയും മിനിയും ആയിരുന്നു. ഇനി സെൻറ്റൻസുകളിൽ വാസ് വെയർ ഉപയോഗിച്ചിരിക്കുന്ന രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒപ്പം അത് ഏതേത് സർവനാമങ്ങളുടെ കൂടെയും അതുപോലെ ഏകവചന, ബഹുവചന നാമങ്ങളുടെ കൂടെയൊക്കെ അത് ഉപയോഗിച്ചിരിക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുവാനുള്ളത്, വാസ്, വെയർ എന്നിവ വാചകങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ചില നിയമങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. അതായത് പാസ്റ്റ് ഇൻഡിക്കേറ്റീവ്, പാസ്റ്റ് സബ്ജങ്റ്റീവ് എന്നീ രൂപങ്ങളിൽ ഇവ ഉപയോഗിക്കുമ്പോൾ കൃത്യമായി പാലിക്കേണ്ട ചില നിയമങ്ങളൊക്കെയുണ്ട്. അത് ഇന്ന് ഞാനിവിടെ പറയുന്നില്ല, കാരണം നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് അത് അല്പം കൂടുതൽ പ്രയാസകരമായ ടോപ്പിക്ക് ഇപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്നില്ല. അത് പിന്നീട് ഞാൻ പഠിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ വാചകങ്ങളിൽ വാസ്, വെയർ എന്നിവ ഉപയോഗിക്കുന്ന ആ രീതി ഒന്ന് മനസ്സിലാക്കിയാൽ മതിയാവും. ആദ്യം സിംഗുലർ. ഐ വാസ് ഡ്രിങ്കിങ് വാട്ടർ. ഞാൻ വെള്ളം കുടിക്കുകയായിരുന്നു. ഇവിടെ വാസിൻ്റെ അർത്ഥം ആയിരുന്നു. അതുപോലെ വെയറിൻ്റെയും അർത്ഥം ആയിരുന്നു.
ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വാസ് ഏകവചന സർവനാമങ്ങളുടെയും ഏകവചന നാമങ്ങളുടെയും കൂടെയാണ് ഉപയോഗിക്കേണ്ടത്. വെയർ എന്ന വാക്ക് ബഹുവചന സർവനാമങ്ങളുടെയും ബഹുവചന നാമങ്ങളുടെയും കൂടെ വേണം ഉപയോഗിക്കുവാൻ. ഐ വാസ് ഡ്രിങ്കിങ് വാട്ടർ, ഞാൻ വെള്ളം കുടിക്കുകയായിരുന്നു. അതിൻ്റെ പ്ലൂറൽ എടുക്കുമ്പോൾ വി വെയർ ഡ്രിങ്കിങ് വാട്ടർ, ഞങ്ങൾ വെള്ളം കുടിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഐ വന്നതുകൊണ്ട് കൂടെ വാസ് വന്നു. സമയം വി വന്നപ്പോൾ അവിടെ വാസിന് പകരം വെയർ എന്ന വാക്കാണ് നമ്മൾ ചേർത്തത്. അടുത്ത ഏകവചനം യു വെയർ വാച്ചിങ് ടി വി, നീ ടി വി കാണുകയായിരുന്നു. അതിൻ്റെ ബഹുവചന രൂപവും അതുതന്നെയാണ്, യു വെയർ വാച്ചിങ് ടി വി. യു എന്നത് പൊതുവെ ഇംഗ്ലീഷിൽ ബഹുവചന രൂപമായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് ഏകവചന രൂപത്തിലും ബഹുവചന രൂപത്തിലും ഇവിടെ വെയർ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അർത്ഥം യു വെയർ വാച്ചിങ് ടി വി, നിങ്ങൾ അല്ലെങ്കിൽ നീ ടി വി കാണുകയായിരുന്നു. അടുത്ത് ഹി വാസ് എ ഡോക്ടർ, അദ്ദേഹം ഒരു ഡോക്ടർ ആയിരുന്നു. അത് ഏകവചനമാണ്. അടുത്തതിൻ്റെ ബഹുവചന രൂപം ദേ വെയർ ഡോക്ടേഴ്സ്, അവർ ഡോക്ടർമാർ ആയിരുന്നു. അടുത്ത് ഷീ വാസ് എ ടീച്ചർ, അവൾ ഒരു അധ്യാപിക ആയിരുന്നു. അതിൻ്റെ പ്ലൂറൽ ദേ വെയർ ടീച്ചേഴ്സ്, അവർ അധ്യാപകർ ആയിരുന്നു. ഇറ്റ് വാസ് എ കൗ, അതൊരു പശു ആയിരുന്നു. ഇറ്റ് വാസ് എ കൗ, അതൊരു പശു ആയിരുന്നു. അതിൻ്റെ പ്ലൂറൽ ദേ വെയർ കൗസ്, അവ പശുക്കളായിരുന്നു. അടുത്ത ഏകവചന നാമമാണ് അനി വാസ് എ സ്റ്റുഡൻറ്റ്, അനി ഒരു വിദ്യാർത്ഥിനി ആയിരുന്നു. അനി ആൻഡ് മിനി വെയർ സ്റ്റുഡൻസ്, അനിയും മിനിയും വിദ്യാർത്ഥിനികൾ ആയിരുന്നു. അടുത്ത് വീണ്ടും ഒരു ഏകവചന നാമമാണ് രാജു വാസ് ആൻ ആക്ടർ, രാജു ഒരു നടൻ ആയിരുന്നു. റഹീം ആൻഡ് രാജു വെയർ ഫ്രണ്ട്സ്, റഹീമും രാജുവും സുഹൃത്തുക്കൾ ആയിരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുവാനുള്ളത് എല്ലാ ഏകവചന സർവനാമങ്ങളുടെയും നാമങ്ങളുടെയും കൂടെ വാസ് എന്ന വാക്കാണ് ആയിരുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം എല്ലാ ബഹുവചന സർവനാമങ്ങളുടെയും നാമങ്ങളുടെയും കൂടെ ആയിരുന്നു എന്ന അർത്ഥത്തിൽ വെയർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്.